മഴമുകിൽ. രചന മീനു ദേവൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. പിന്നെ അവള് നിന്നിപ്പോ ചോദിച്ചേ ഉള്ളൂ, തന്നടേ ഇത് ഞാൻ പൊളിക്കും. ചെല്ല്, അകത്തേക്ക് ചെല്ല്. ദേ പോയി. ഊത്തപ്പം വേണോ പെണ്ണെ ബോണാ വേണോ, ഊത്തപ്പം വേണോ പെണ്ണെ ബോണാ വേണോ. ടും 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 ടും. മരു പാട്ടൊക്കെ പാടി ആനന്ദപ്പുഴക്കുന്നതിനെ അകത്തോട്ട് പോയിട്ടുണ്ട്. അയ്യോ അമ്മേ! അകത്തോട് പോയ മരുവിന്റെ നിലവിളി കേട്ട് പുറത്ത് കാർ എഴുകിയിരുന്ന ആദി ഋഷിയുടെ അടുത്തേക്ക് ഓടി വന്നു. എന്തേട്ടാ ഒരു നിലവിളി ശബ്ദത്തിലാ കേട്ടത്? ദൈവമേ, ആ പോയവന്റെ ബോണ്ട് ഇടിച്ചു വരുത്തി അവൾ ഊത്തപ്പാക്കി കാണും. ഋഷി നെഞ്ചിലും കൈവച്ച് അകത്തേക്ക് ഓടിച്ചു നോക്കുമ്പോൾ മൂക്കുത്തി നിലവിളിച്ചുകൊണ്ട് മനു താഴെ ഇരിക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ കാര്യമറിയാതെ ചുറ്റും അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. നീയാണെങ്കിൽ കുറ്റവാളിയെ പോലെ മനുവിന്റെ സൈഡിലിരിക്കുന്നുണ്ട്. ഏയ് മാൻ, വല്ലതും പാറ്റിയോ? മനുഷ്യന്റെ മൂക്കിടിച്ച് പരത്തിയിട്ട് വല്ലതും പറ്റിയോന്നോടി പുല്ല്. അമ്മേന്റെ മൂലം അല്ല മൂക്ക്. അവൻ മൂക്കും പൊത്തി പിടിച്ച് അവൾക്ക് നേരെ ചീറി. തന്നോട് ആരോടോ പറഞ്ഞേ പഞ്ചിങ് ബാഗിന് മുന്നിൽ വന്ന് മൂക്ക് കാണിച്ചിരിക്കാൻ? ഞാൻ മൂക്കും കാണിച്ചു നാളോട് ഇപ്പൊ പ്രശ്നം. കണ്ണു മൂക്കില്ല നീ ഇടിച്ചിട്ടതോ, ബെല്ലും ബ്രേക്കില്ലാത്ത ഈ സാധനത്തിന് അടുത്തോടെ നീ എന്നെ പറഞ്ഞേച്ച്. ഹോ, ജീവൻ തിരിച്ചിട്ട് എന്നെ ഭാഗ്യളിയ. അവൻ ദിയെ വിട്ട് ഋഷിക്ക് നേരെ തിരിഞ്ഞു. എന്താടാ, എന്തുണ്ടായതിന്? ഋഷി മനുവിനെയും ദിയെയും മാറി മാറി നോക്കി. എന്തുണ്ടായതെന്നോ? പരിചയപ്പെടാൻ വന്ന എന്റെ മൂക്കിന്റെ പാലിടിച്ചു നിർത്തും ഈ മറുത. നോ ഋഷിയേട്ടാ, നോ. ദിസ് കൺട്രി മാൻ ഈസ് പഞ്ചിങ് ബാഗിൽ വെറുതെ ഇടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുന്നിൽ വന്ന് നിന്ന. അപ്പൊ അറിയാതെ ഒന്ന് ഇടികൊണ്ടു, ഇത്തിരി ചോര വന്നു. അതിനാണെങ്കിലും നിലവിളിക്കുന്നത്. വൈ ആർ യു ക്രൈയിങ് ലൗഡ്? ദിയ മനുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. ആരാടി കൺട്രി? നിന്റെ മറ്റവനോ? ഋഷി സാധനത്തിന് എന്റെ മുമ്പിൽ നിന്നുകൊണ്ടോ വളക്കാൻ പറ്റിയൊരു സാധനം. വെറുത്തുപോയി എനിക്ക്. അമ്മേന്റെ മൂക്ക്. മനു മൂക്കും തടവിക്കൊണ്ട് പറഞ്ഞു. ബാക്കിയുള്ളവർ ചിരിച്ചുകൊണ്ടും ദിയ മാത്രം കളിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. എടാ ഋഷി, എനിക്ക് ആ സാധനത്തിന് അങ്ങ് പിടിക്കുന്നില്ല കേട്ടോ. ഈ ദുരന്ത എക്സ്പ്രസിൽ തലവെക്കാനുള്ള തെയ്മ ഒരു ഒഴിവ് ദിവസമായിട്ട് ഞാൻ ഓടിക്കതച്ച് വന്നത്. ആള് നിനക്ക് പിടിക്കേണ്ട, പിടിക്കേണ്ടവരും ഇവിടെ തന്നെയുണ്ട്. അതാര്? ഈ ഞാൻ തന്നെ മുത്തിയുടെ കല്യാണം ഉറപ്പിച്ചു. ആ എന്ത്? എപ്പോ ഉറപ്പിച്ചോ? ശരിക്കും? ട്രൂലി? സത്യം? പരമാർത്ഥം? അതൊക്കെ നടന്നു പോനെ. അപ്പൊ തനു അവളേക്ക് ആർക്ക് വേണം? ആങ്ങരത്തിന് കൈകാലം വെച്ച് നടക്കാൻ വേണമെന്നും പറഞ്ഞ്. നീണ അത്ര ഭംഗിയുണ്ടോ? കളറുണ്ടോ? മുടിയുണ്ടോ? ആകെ കൂടി വെള്ളരിക്കണത്തിലെ കണ്ണീർ കോലം പോലെയുണ്ട്. നാക്ക് മാത്രമുണ്ട് ഒരു ഫർലോങ് നീളത്തില്. അവളെ ഞാൻ ട്രൈ വാഷ് ചെയ്തടാ. എന്തുകൊണ്ടും ദിയാ ബെസ്റ്റ്. ഞാനതങ്ങ് ഓർപ്പിച്ചു. മനുവിന് ജ്യൂസ് കൊണ്ടുവന്ന തനുവിനെ നോക്കിയാണ് അവനത് പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ കെട്ടി കൂടെ പുറക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. താൻ ആരുപാടോ ഒരു ചുന്ദരൻ കണ്ടേച്ചാലും മതി. അവളും വിട്ടുകൊടുത്തില്ല. അല്ലെങ്കിൽ ആര് കൂടെ പൊറപ്പിക്കുന്നു? പൊറപ്പിക്കാൻ പറ്റിയൊരു മുതല്. അതിനെ ഋഷി ഇനി വേറെ ജനിക്കണം. തന്റെ ഇളക്കൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവിടെ കണ്ട് കണ്ണുമഞ്ഞളിച്ചിട്ടൊരു ഇളക്കല്ലേ? അതേടി, അത് തന്നെയാ. അത് നിനക്കുന്നതാടി. നീ ഒരുത്തരം കെട്ടി പോകുന്ന വലിയ ഡയലോഗ് അടിച്ചല്ലേ? ഞാൻ കെട്ടിപ്പോയാലും പോയില്ലെങ്കിലും തനിക്ക് എന്താടോ? എനിക്കൊരു ചുക്കില്ല. നീ മറുതയോടൊന്ന് പറഞ്ഞു കൊടുക്കണം മനു. ഒന്ന് നിർത്തുന്നുണ്ട് രണ്ടും. കുറച്ച് സമാധാനം തരുമോ? ബാക്കിയുള്ളവരുടെ മൂക്കിന്റെ പാമ്പന്മാർ തകർന്നിരിക്കുമ്പോഴാ രണ്ടും കൂടെ പോരണിപ്പാട്ട് നടത്തുന്നത്. അതും പറഞ്ഞ് പോരി ഒഴികളെപ്പോലെ നിൽക്കുന്ന ഋഷിയെയും തനുവിനെയും രണ്ട് സൈഡിലേക്ക് മാറ്റി നിർത്തി അവൻ. അപ്പോഴേക്കും മുത്തി ഭക്ഷണം കഴിക്കാൻ വിളിച്ചിരുന്നോണ്ട് രക്ഷപ്പെട്ടു. അളിയിൽ കാണായിരുന്നു എന്ന ഭാഗത്തിൽ രണ്ടും കൂടെ ലുക്ക് വിടുന്നുണ്ട്. മനുവേട്ടാ, അറിഞ്ഞില്ലേ ഋഷിയുടെ കല്യാണം ഉറപ്പിച്ച്? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ഉണ്ണി അവനോട് ചോദിച്ചു. അറിഞ്ഞടാവേ, അവൻ ഇതിലും വലുതെന്തോ വരാനിരുന്നാ മോനെ. മനു ദിയെ നോക്കി പൂച്ചിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ തിരിച്ചു. താൻ ഇതൊക്കെ കണ്ടും കേട്ടും തിളച്ചു നിൽക്കുന്നുണ്ട്. ഋഷിയേട്ടൻ കെട്ടിപ്പോയാൽ പിന്നെ മനുവേട്ട ഒറ്റക്കാവല്ലോ. ഇനി എന്താ പ്ലാന്? ആദി ചോദിച്ചു. അനിയാ, നീയും? തനു ദയനീയമായി അവനെ നോക്കി. എന്റെ പൊന്നോ, ഞാനെങ്കിലും ജീവിച്ചോളാം. ഇതുപോലത്തെ ഓരോന്നിനൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നതിൽ നല്ലപോലെ ട്രെയിനിൽ തല വെക്കുന്ന. മനു ദിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഋഷിയേട്ടാ, എനിക്കൊരു ഐഡിയ. ദിയ പറഞ്ഞു. എന്താണെന്നറിയാൻ എല്ലാവരും അവളെ നോക്കി. നമ്മുടെ തനുവിനെ മനുവിനെ കൊണ്ട് കെട്ടിച്ചാലോ? തനു വേഡ്സ് മനു, ഇല്ലെങ്കിൽ മനു വേഡ്സ് തനു. വാവ്, ബെസ്റ്റ് ചേർച്ചയല്ലേ? രണ്ടാണ് നല്ല ബെസ്റ്റ് ജോഡിയല്ലേ? പേര് പോലും നോക്ക്. തനു മനു, മനു തനു. വാവ്, ഇറ്റ്സ് സോ പെർഫെക്റ്റ്. ദിയ പറഞ്ഞു. കഴിക്കുന്ന ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി മനു ചുമക്കാൻ തുടങ്ങി. തനുവിന്റെ രണ്ട് കണ്ണുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുമെന്ന നിലയിലാണ്. അവൾക്ക് അടിമുടി പെരുത്ത് കയറി. കയ്യിലൊരു വടിവാളുണ്ടായിരുന്നെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ കണ്ടം തുണ്ടം വെട്ടി നുറുക്കിയ ആ ദുബായ് മറുതെ. തനു എങ്ങനെയൊക്കെയോ സെൽഫ് കൺട്രോൾ ചെയ്ത് പിടിച്ചു നിന്നു. അവൾ ചുറ്റും നോക്കിയപ്പോൾ അവളുടെയും മനുവിന്റെ ഒഴിച്ച് ബാക്കിയുള്ള മുഖങ്ങളിൽ സന്തോഷം മാത്രം. എന്തിന്? ഋഷിയുടെ അടക്കം. തനി വിശ്വാസം വരാതെ അവനെ വീണ്ടും വീണ്ടും നോക്കി. അതെ, ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ദേഷ്യം ഇരച്ചു കയറാൻ തുടങ്ങി. മനസ്സിന്റെ നിയന്ത്രണമില്ലാതെ ചിരികണ്ടെന്ന് കൈവിട്ടു പോകുന്ന പോലെ ഇരച്ചു പാഞ്ഞു കയറി ദേഷ്യം അടക്കാനാവാതെ അവൾ നിന്ന് പറച്ചു. മുത്തി എന്ത് പറയുന്നു? ഹൗ ഈസ് മൈ ഐഡിയ? നൈസ്.
ദിയ മുത്തിയെ നോക്കി. കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കിത് ഒരുമിച്ച് നടത്താന്നല്ലേ ഉള്ളൂ ഋഷിക്കുട്ടാ. ഇവർ രണ്ടും എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ചായിരുന്നു. ചെറുപ്പത്തിലെ തല്ലാനാണെങ്കിലും കൊല്ലാനാണെങ്കിലും. ഇനി കല്യാണം ഒരുമിച്ചാണെങ്കിൽ അങ്ങനെ. നിങ്ങൾ എന്ത് പറയുന്നു? മുത്തി ഋഷിയുടെ അഭിപ്രായത്തിനെ അവനെ നോക്കി. അതേ മുത്തി, തനുവിനെ എന്നെ കല്യാണം ഒരുമിച്ച് നടത്താം, എനിക്ക് സമ്മതം. പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഋഷിക്ക് ഓർമ്മയുള്ളൂ. തലക്കൊക്കെ ആകെ ഒരു പെരുപ്പ്, കാതിലൊരു മൂളക്കം പോലെ എന്തോ കേൾക്കുന്നു. തലയിലൂടെ എന്തൊക്കെയോ ഒഴുകി താഴേക്ക് ഇറങ്ങുന്നുണ്ടോ? ഷർട്ടിലൊക്കെ നനവ് പടരുന്നു. നോക്കുമ്പോൾ സംഹാരൂത്രയെ പോലെ കിതച്ചുകൊണ്ട് തന്നെ മുന്നിൽ നിൽക്കുന്നു. ഒരു നിമിഷം അവൻ കാര്യങ്ങൾ റീവൈൻഡ് ചെയ്ത് നോക്കി. താൻ സമ്മതമാണെന്ന് പറഞ്ഞു. തലയിൽ എന്തോ വന്ന ശക്തിയിൽ അടിച്ച് മാത്രം ഓർമ്മയുണ്ട്. കഴുത്തിൽ കറിച്ചട്ടിയുടെ മേൽഭാഗം പട്ടിക്ക് തുടലിട്ട പോലെ കുടുങ്ങിക്കിടക്കുന്ന കണ്ട പോലെയാണ് അവന് കാര്യം മനസ്സിലായത്. കറിക്കലെടുത്ത് തലക്കടിച്ചതാണ് ദ്രോഹിണി. അടികൊണ്ട് കിളിപോയ പോലെ ഇരിക്കുന്ന ഋഷിയെയും അവന് തല തല്ലി പൊളിച്ച് കലിയടങ്ങാത്ത ഭാഗത്തിൽ കിതച്ചുകൊണ്ട് നിൽക്കുന്ന തനുവിനെയും മുത്തിയും ബാക്കിയുള്ളവരെ കാര്യമറിയാതെ പകച്ച് പണ്ടാരടങ്ങി നോക്കി നിന്നു. ഒരു നിമിഷത്തിന് ശേഷം തലയിലെ തരിപ്പ് മറിയതും ബോധം വന്ന ഋഷി അലറിക്കൊണ്ട് ചാടിയെഴുന്നേറ്റു. എന്താണിത്? എന്താ നീ ചെയ്ത്? അവൻ അവൾക്ക് നേരെ ചീറി. തനിക്ക് എന്നെ കെട്ടിക്കണല്ലേ, എന്നിട്ട് വേറെ കെട്ടണല്ലേ? അവളും കിതച്ചുകൊണ്ടൊരു ചീറൽ അങ്ങോട്ടും കൊടുത്തു. ഞാൻ ആരെ വേണേലും കിട്ടും, നിന്നെ കെട്ടിക്കുകയും ചെയ്യും, അതിന് നിനക്കെന്താടി? അവനൊന്നുകൂടെ വെല്ലുവിളിച്ചു. താൻ കെട്ടുവോ കെട്ടുവോന്ന്? അവളുടെ സകല നിയന്ത്രണങ്ങളും വിട്ടുപോയിരുന്നു. കെട്ടും കെട്ടും കെട്ടും. ദേഷ്യം കൊണ്ട് ഋഷിയുടെ തലയടിക്കാൻ അടുത്ത പാത്രം പൊക്കിയതും അവൾ വായിൽ പൊങ്ങിയത് ഒരുമിച്ചായിരുന്നു. ഇപ്പോൾ തന്നെ കാര്യമറിയാതെ ചുറ്റും പകച്ചു നിൽക്കുന്നവർ ഒന്നുകൂടി പകപ്പിന്റെ പടുവിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അവളെയും പൊക്കി തോളിലിട്ടുകൊണ്ട് അവൻ അവന്റെ മുറിയിലേക്ക് പോയി വാതിലടച്ചു കുറ്റിയിട്ടു. ശുഭം. എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായേ? ഉണ്ണിപ്പാപ്പോടെ എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. ഒരാളുടെ മുഖത്തൊഴിച്ച് ബാക്കി എല്ലാവരുടെയും മുഖത്ത് തന്റെ അതേ ഭാവം. ഇനി താൻ ഇവിടെ നിന്ന പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് മനസ്സിലാക്കിയ മനു എല്ലാവരും അന്തം വിട്ട് ഋഷിയും തനുവും പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ഗ്യാപ്പിൽ പതിയെ ശബ്ദമുണ്ടാക്കാതെ വാതിന്റെ അടുത്തേക്ക് പമ്മി 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 നടന്നു നീങ്ങി. കറക്റ്റ് ടൈമിൽ മനുവിന്റെ ഫോൺ ബെല്ലടിച്ചു. അവരെല്ലാം തിരിഞ്ഞ് അവന്റെ മുഖത്തേക്ക് നോക്കിയത് ഒരുമിച്ചായിരുന്നു. ദൈവമേ പെട്ട്, ഏതു തെണ്ടിയാണോ ഈ നേരത്ത്? ഒരുമാതിരി മറ്റേതിൽ റിംഗ് ടൂണും. മനസ്സിലാലോചിച്ച് ഫോൺ ഓഫ് ചെയ്ത് നെഞ്ചിൽ കൈവച്ച് മുഖത്തൊരു അളിഞ്ഞ ചിരിയും ഫിറ്റ് ചെയ്ത് അവൻ മുത്തിക്ക് നേരെ തിരിഞ്ഞു. മുത്തി സുഖല്ലേ? എന്നാ പിന്നെ ഞാനങ്ങോട്ട്. മനുലാവിടെ യാത്ര പറഞ്ഞ് ഒന്നും സംഭവിക്കാതെ അവൾ പുറത്തേക്ക് പോകാൻ ഇറങ്ങി. മനു പോവരുത്. മനു പുറത്തേക്ക് വലിയ നോക്കിയത് മുത്തി വച്ചേർത്തി. ശിവനെ പെട്ട്, ഈ തള്ളയിന്നെ 16 അടിയന്തരം നടത്തിവിടെ. എടാ ഋഷി കള്ളപ്പന്നി, കൂട്ടുകാരനെ സിംഹക്കൂട്ടിൽ എറിഞ്ഞിട്ട് പോയ തെണ്ടി, നിനക്കുള്ള ഞാൻ തരാമേടാ. മനുവിന്റെ ആത്മഹത്യ കുറച്ച് ഉറക്കിയായി പോയി. മുത്തി അവനെ നോക്കി കലിപ്പിലുക്ക് വിടുന്നുണ്ട്. എന്താടാ ഇതൊക്കെ? മുത്തി വന്ന് അവൻ അഭിമുഖമായി വന്നു നിന്നു. ബാക്കിൽ ഉണ്ണിയ ആദ്യം. ഇത് ചപ്പാത്തി, ഇത് ചിക്കൻ കറി, ഇതിലേതാ മുത്തശ്ശിക്കും മനസ്സിലാവാത്ത? ദൈവമേ, ഒന്ന് തലകറങ്ങി വീണാലോ. എന്റെ പോഹ കണ്ടേ ഈ നിവറ്റകൾ അടങ്ങുള്ളൂ. അവരെല്ലാവരെയും മാറി മാറി നോക്കിയ നിമിഷം ആലോചിച്ചു. ചോദിച്ച കേട്ടില്ലേ എന്താ ഇതൊക്കെയെന്ന്? അതായത് രമണ, മനുമുത്തിയുടെ അടുത്തേക്ക് എന്തോ ഉടായ്പ അടിയുമായിട്ട് വിളിച്ചുകൊണ്ട് വിശദീകരിക്കാൻ ചെന്ന് മാത്രമേ ഓർമ്മയുള്ളൂ. കിട്ടി തലങ്ങും വിലങ്ങും നല്ലത്. നിന്റെ നമ്പരൊന്നും ഇവിടെ ഇറക്കണ്ട. നീയല്ല അവന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. അവന്റെ ലൈഫിൽ നിനക്ക് അറിയാത്ത ഒന്നും തന്നെ ഇല്ല. അപ്പൊ അതിനുള്ള ഉത്തരവ് തന്നിട്ട് പോയാൽ മതി ഇവിടുന്ന്. അല്ലെ ഇതിന്റെ ബാക്കി കൂടെ കിട്ടും. മുത്തി പണ്ട് മുത്തച്ഛൻ ഉപയോഗിച്ചിരുന്ന വാക്കിംഗ് സ്റ്റിക്ക് കൈവച്ചവും താൻ നൈസായിട്ട് പെട്ടെന്ന് മനസ്സിലായ മനു അതിന് നൈസായി സ്വന്തം കൂട്ടുകാരനൊറ്റി. വള്ളി പുള്ളി വിടാതെ അവിടെ കഥ നിർഗളമായി ഒഴുക്കി വിട്ടു. അല്ലെങ്കിലും സ്വന്തം തടിയിൽ എല്ലാവർക്കും വലുത്. എല്ലാം കേട്ടതും ഉണ്ണി ബോധം കെട്ട് വീണു. പാവം, എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു, എല്ലാം തകർന്നില്ലേ? ഇതേ സമയം തനുവിനെയും പൊക്കിപ്പോയ ഋഷി ബാത്റൂമിൽ കയറി വാതിലടച്ച് കുറ്റിട്ടിട്ടാണ് അവൾ നിലത്തിരുത്തിയത്. അവൾ പുറത്ത് കിടന്ന് അടി കടിയൊക്കെ നടത്തിയിട്ട് ഒരു രക്ഷയുണ്ടായില്ല. താൻ എന്ത് പണി കാണിച്ച്? നിലത്തിരുത്തിയതും അവൾ ചീറാൻ തുടങ്ങി. അതിന് ചേട്ടനൊന്നും കാണിച്ചില്ലാലോ, കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. അതും പറഞ്ഞ് കറി പറ്റിയ ഷർട്ട് ഊരി മാറ്റി മുണ്ടും മടക്കി കുത്തി അവളെ നോക്കി വല്ലാത്തൊരു ഭാഗത്തിൽ മീശ വിരിച്ചുകൊണ്ട് അവൻ അടുത്തേക്ക് നീങ്ങി വന്നതും അവളൊരടി പിന്നിലേക്ക് മാറി നിന്നു. അടുത്തേക്ക് വരരുത്. അവളുടെ ശബ്ദം ഭയത്താൽ വിറച്ചിരുന്നു. പക്ഷെ അവൻ ഒന്നുകൂടെ അടുത്തേക്ക് വന്ന് ചേർന്നല്ലാതെ ഒരു മാറ്റവും ഉണ്ടായില്ല. അവൻ തന്റെ ശരീരത്തിൽ അമർന്നും അവൾ ശ്വാസം എടുക്കാൻ പോലും മറന്ന് ഉയർന്ന നെഞ്ചിരിപ്പോടെ തറഞ്ഞു നിന്നു. ഇനി പറ, ഞാൻ വേറെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അവന്റെ ശ്വാസം അവളുടെ കവിളുകളിൽ തഴുകിയിറങ്ങി. കൈകൾ തോളിൽ മുറുകി. ഉണ്ട്. അവളുടെ ശബ്ദം നേർത്തുപോയിരുന്നു. ഉണ്ടോ? ചോദ്യത്തോടൊപ്പം ദാവണി വിടവിലൂടെ ഇടുപ്പിലും കൈമുറുകി. ഉണ്ട്. ഒരു നിമിഷം പെരുവരിൽ ഉയർന്നു പൊങ്ങിയെങ്കിലും അവൾ പറഞ്ഞൊപ്പിച്ചു. ഉണ്ടോടി? അവൻ പൂർണ്ണമായി അവളിലേക്ക് അമർന്നു നിന്നു. ശ്വാസം പോലും എടുക്കാൻ അവൾ ബുദ്ധിമുട്ടി. അവന്റെ കൈകൾ തന്നിൽ മുറുകുന്നത് അവൾ അറിഞ്ഞു. അവൾ ഉത്തരം പറയാൻ പോലും അനുവദിക്കാതെ അവന്റെ അത്തരങ്ങൾ അതിന്റെ പ്രണയിനിയോട് ചേർന്നു.
തന്നെ മേൽ മുറുകാൻ പോയ അവളുടെ കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ടവൻ നിന്നു. തങ്ങളുടെ ആദ്യ പ്രണയ ചുംബനവും ആസ്വദിച്ച് കിതപ്പോടെ അവൾ അകന്നു മാറിയപ്പോഴും അവളുടെ കൂമ്പിയടഞ്ഞ മിഴികളും വിറക്കുന്ന അധരങ്ങളും തുടുത്ത കവിളിണകളും ഉയർന്ന ശ്വാസഗതിയും വീണ്ടും അവന്റെ സിരകളെ ചൂട് പിടിപ്പിച്ചെങ്കിലും അവൾ തന്നെ നെഞ്ചോട് ചേർത്ത് നിർത്തിയവൻ. എന്തോ അവളത് ആഗ്രഹിക്കുന്ന പോലെ തോന്നിയവൻ. അതിന് കൊതിച്ച പോലെ കാത്തിരുന്ന പോലെ അവളും ചേർന്ന് നിന്നു ആ നെഞ്ചോരം. തനു, അവളുടെ കാതോരം അവന്റെ ശ്വാസം പതിഞ്ഞു. നേർത്ത മൂളിലൂടെ അവളൊന്നുകൂടെ കുറുകി അവനോട് ചേർന്നല്ലാതെ മുഖമുയർത്തി നോക്കിയില്ല. അതിനവൾക്ക് കഴിയുക പോലും ഇല്ലായിരുന്നു. തനൂട്ടി. അവന്റെ സ്നേഹത്തോടെയുള്ള വിളിയിൽ വീണ്ടും അവൾ തന്നെ മറുപടി ഒരു മൂളലിൽ ഒതുക്കിയപ്പോൾ അവൻ തന്നെയാണ് അവളെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റി തനിക്ക് അഭിമുഖമായി നിർത്തിയത്. എന്നിട്ടും മിഴികൾ ഉയർത്താതെയായപ്പോൾ തന്റെ ചൂണ്ടുവിരൽ കൊണ്ട് താടിത്തുമ്പ് പിടിച്ച് മെല്ലെ ഉയർത്തി. അവളുടെ മിഴികൾ പറയാതെ പറയുന്ന അതിന്റെ ആഴങ്ങളിൽ അലയടിക്കുന്ന തന്നോടുള്ള പ്രണയത്തിന്റെ അടങ്ങാത്ത അലയുരികൾ അവന്റെ കണ്ണും മനസ്സും ഒരുപോലെ നിറച്ചു. എത്ര പ്രാവശ്യം പറഞ്ഞു വേണേ, നെഞ്ചിലെ ശ്വാസം നിൽക്കുന്നവരെ കൂടെ ഉണ്ടാവുമെന്ന്. എന്നിട്ടും വിശ്വാസമില്ലേ നിനക്ക്? അവളെ തന്നെ നെഞ്ചിൽ ചേർത്ത് നിർത്തി ആ കൈകൾ കൊരുത്തെടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. അപ്പൊ ദിയ? ആൾ കുറുമ്പോടെയും പാതി പരിഭത്തോടെയും മിഴികൾ കൂർപ്പിച്ച് അവനെ നോക്കി. നമ്മുടെ കാര്യം മനുവിനെ കൂടാതെ അറിയുന്ന ഒരേ ഒരാള് അവളാ, മൈ ബെസ്റ്റ് ഫ്രണ്ട്. അവൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ചുമ്മാ ഒരു ഡ്രാമ ഇട്ടതല്ലേ, എന്റെ പെണ്ണിനെ മനസ്സറിയാം. എന്നിട്ട് അറിഞ്ഞോ? അവൾ കണ്ണുകളിൽ കുസൃതി ഒളിപ്പിച്ച് വെച്ച് ചോദിച്ചു. അവനൊന്നുകൂടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കഴുത്തിൽ മുഖം ചേർത്ത് കാതോരം മന്ത്രിച്ചു. അറിഞ്ഞല്ലോ, നിന്റെ ഉള്ളു പിടഞ്ഞതും കണ്ണ് നിറഞ്ഞതും എല്ലാം. എന്നിട്ടാണോ എനിക്ക് കല്യാണം ആലോചിച്ച്? അത് മോള് ചേട്ടൻ പറഞ്ഞ് ശരിക്കും കേൾക്കാത്തതുകൊണ്ടാ. അവൾ മനസ്സിലാവാത്ത പോലെ അവനെ നോക്കി. ഞാൻ പറഞ്ഞു എന്റെ നിന്റെ കല്യാണം ഒരുമിച്ച് നടത്താന്നാ, അല്ലാതെ നിന്റെ അവന്റെ അല്ല. അപ്പോഴേക്കും തല തല്ലി പൊളിച്ചല്ലോടി നീ. അവൻ തല തിരുമ്മിക്കൊണ്ട് പറഞ്ഞു. വേദനിച്ചോ? അവൾ അവന്റെ തലയിൽ ഒഴിഞ്ഞുകൊണ്ട് ചോദിച്ചു. ഏയ്, തരിച്ചുകൊണ്ട് വേദന അറിഞ്ഞില്ല. സോറി. അവൾ കണ്ണു നിറച്ച് അവനെ നോക്കി. സോറിയൊക്കെ സ്വീകരിക്കാം, പറയേണ്ട പോലെ പറഞ്ഞു. എങ്ങനെ? ദാ ഇങ്ങനെ. അതും പറഞ്ഞ് അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് നെറുകയിലൊന്ന് മുത്തിയവൻ. എങ്ങനെയാ എപ്പോഴാണെന്ന് എന്നോട് ചോദിക്കരുത്. ഇഷ്ടമാണ്, ജീവനാണ്, കൂടെ ഉണ്ടാവും ശ്വാസം നിലക്കും വരെ. ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ഇനി ഈ കണ്ണ് നിറയ്ക്കില്ല ഋഷി. അവളുടെ തുളുമ്പാറായ മിഴിനീർ കണങ്ങൾ തന്റെ അത്തരങ്ങളാൽ ഒപ്പിയെടുത്തുകൊണ്ട് അവൻ പറഞ്ഞു കഴിഞ്ഞതും അവൾ ഒരു ഏങ്ങലോട് ആ നെഞ്ചിലേക്ക് ചാഞ്ഞു. ചുടുചുംബനം വീണ്ടും മിഴിയിണകളിൽ പതിഞ്ഞതും കണ്ണീരിൽ അവന്റെ ചുടുനിശ്വാസം അലിഞ്ഞു ചേർന്നു. അവളൊരാന്തലോടെ പുറകോട്ട് മാറി നിന്നു. അവനെന്താന്നുള്ള ഭാവത്തിൽ അവളെ നോക്കി. മുത്തി. അവൾ പേടിയോടെ പറഞ്ഞു. അവിടെ ഞാനൊരു ബലിയാണ്ട് നിർത്തി പോന്നിട്ടില്ലേ, അറുക്കുന്നതിന് മുമ്പുള്ള ഭക്ഷണ അവനിപ്പോ കൊടുത്ത്. വള്ളി വിടാതെല്ലാം ഇപ്പൊ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. കുഴപ്പാവോ? ആ, കുഴപ്പാവുന്ന തോന്നുന്നത്. അവൻ ഓവറാക്കി ചെളാക്കുന്നതിന് മുന്നേ അങ്ങോട്ട് ചെല്ലാം. ഞാനിതൊക്കെ ഒന്ന് കഴുകട്ടെ. അവൻ തലയിലായ കറിയൊക്കെ കഴുകിക്കളഞ്ഞ് വേറെ ഷർട്ട് എടുത്തിട്ട് അവളുടെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. തങ്ങളെ നോക്കി ദയിപ്പിക്കുന്ന 3 ജോഡി കണ്ണുകളാണ് അവരെ വരവേറ്റത്. നോക്കുമ്പോൾ ഉണ്ണി ചക്ക വെട്ടിയിട്ട പോലെ സോഫയിൽ കിടപ്പുണ്ട്. ബാക്കിയുള്ളവർ ചുറ്റും നിന്ന് വീശുന്നു. ഉണ്ണി കണ്ണൂർ നോക്കിയപ്പോൾ കണ്ടത് ഋഷിയുടെ കൈയും പിടിച്ചു വരുന്ന തനുവിനെയാണ്. വന്ന ബോധം ഒന്നുകൂടി കപ്പൽ കയറിപ്പോയി. മനുവിനെ നോക്കിയപ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോയെളിയ എന്ന് കാണിച്ചു. ഋഷി രണ്ടും കൽപ്പിച്ച് അവളെയും കൊണ്ട് മുത്തിയുടെ മുമ്പിൽ പോയി നിന്നു. മുത്തി. ഋഷി അവരുടെ മുമ്പിലായി മുട്ടുകുത്തി നിന്ന് കൈയെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചു. വേണ്ടാന്ന് മാത്രം പറയരുത്, എന്റെ പെണ്ണ സ്നേഹിച്ചു പോയി, കൈവിടാൻ പറ്റില്ല. ഇവൾക്ക് ഞാനല്ല, വേറെ ആരുമില്ല. മുത്തി അവനെ ഒന്ന് ഇരുത്തി നോക്കി. പിന്നെ അവരുടെ മുമ്പിലായി പോയി നിന്നു. അവൻ പറഞ്ഞത് ശരിയാണോ മോളെ? നിനക്ക് ഈ ലോകത്ത് അവൻ മാത്രമേ ഉള്ളൂ? മുത്തി ചോദിച്ച് അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയിറങ്ങി. അതെ. പതിഞ്ഞ ശബ്ദത്തിൽ അവൾ മറുപടി അറിഞ്ഞു. മുത്തി പുച്ഛത്തോടെ അവൾ നോക്കി. അപ്പൊ ഞങ്ങളൊക്കെ ആരുമല്ലേ നിനക്ക്? സന്തോഷായി. സ്നേഹിച്ചതിനും സ്വന്തം എന്ന് കരുതിനും കിട്ടിയ പ്രതിഫലം. നന്നായി മോളെ, സന്തോഷായി മുത്തിക്ക്. മുത്തി അതും പറഞ്ഞ് അവളുടെ തോളിലും തട്ടി നേരിയതുകൊണ്ട് കണ്ണും തുടച്ച് റൂമിലേക്ക് പോയി. ആദ്യം പിന്നാലെ ഓടിയിട്ടുണ്ട്. അവൻ ചെല്ലുമ്പോൾ ബെഡിൽ തലകുമ്പിട്ടിരിക്കുന്നുണ്ട് മുത്തി. പോട്ടെ, സാരില്ലെന്നേ, കരുതി കൂട്ടിയല്ലോ. അവർ സാഹചര്യം കൊണ്ടല്ലേ. നമ്മൾ ഋഷിയേട്ടനും തനുവല്ലേ, ക്ഷമിക്കൂന്നേ. ആദ്യം മുത്തിയുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് പറഞ്ഞു. ഓവറാക്കി ചടാക്കാതെ പോയിനടാ. നിനക്കൊക്കെ പുച്ഛായിരുന്നല്ലോ എന്റെ ആക്ടിങ്ങിനോട്. ഭാവം വരില്ലല്ലേ എന്റെ മുഖത്ത്? ഇപ്പൊ എങ്ങനെയുണ്ട്? നിന്റെ ആ കപ്പന വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട് മക്കളെ. നമ്മളോടാ കളി. അയ്യേ, ആക്ടിങ് ആയിരുന്നോ? ആദ്യയുടെ മുഖം പുച്ഛത്തിൽ കോടി. എന്തേടാ, നിനക്ക് പിടിച്ചില്ലേ? ഇല്ല, പറയാതെ വയ്യ, നല്ല ബോറായിരുന്നു. നിന്നെ ഞാനിന്ന്. അപ്പോഴേക്ക് ഋഷിയും തനു അകത്തേക്ക് വന്നിരുന്നു. മുത്തി രണ്ടുപേരെയും പരിഭവത്തോടെ നോക്കി. തനു വന്ന് മുത്തിയുടെ മുന്നിലായി നിന്നു. പോവാൻ പറയതെന്നോട്. പോകാനൊരിടമോ സ്വീകരിക്കാൻ ബന്ധുക്കളോ ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോഴുള്ള സ്ഥാനം മാത്രം മതി. വേലക്കാരിയായിട്ടാണെങ്കിലും ഞാൻ നിന്നോളാം. പറഞ്ഞേക്കാണ്ടിരുന്നാൽ മാത്രം മതി എന്നെ. മുത്തിയുടെ 2 കൈയും കൂട്ടിപ്പിടിച്ച് അവൾ കരഞ്ഞതും പിന്നിൽ നിന്നൊരു പൊട്ടിച്ചിരി കേട്ട് നോക്കുമ്പോൾ ആദ്യമാണ്.
എന്റെ പൊന്ന് തനിച്ചേച്ചി ഇത്രയും കണ്ണീരിന്റെ ആവശ്യമില്ലെന്നേ. നമ്മുടെ മുത്തിയൊരു നമ്പറിട്ടല്ലേ. ആക്ടിങ് കുറച്ച് ഓവറായിരുന്നെങ്കിലും നിങ്ങൾ വിശ്വസിച്ചല്ലോ. അയ്യേ ദാരിദ്ര്യം. തനു വിശ്വാസം വരാ മുത്തിയെ നോക്കി. അവളെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തി. പേടിച്ചു പോയ തനുമോള് ഒരുപാട് അനുഭവിച്ചാണ് എൻ്റെ മോൻ. ഇനിയും ഞാനായിട്ട് ഒരിക്കലും അവനെ വിഷമിപ്പിക്കില്ല. അവൻ്റെ ആഗ്രഹം അതാ ഞങ്ങൾക്ക് വലുത്. എൻ്റെ മോൻ്റെ സന്തോഷം നീയാണെങ്കിൽ കൊടുക്കും ഞാൻ നിറഞ്ഞ മനസ്സോടെ. മുത്തി പറഞ്ഞു തന്നു. തനു രേഖകളോടെ മുത്തിയുടെ തോളിലേക്ക് ചാഞ്ഞു. മുത്തി ഒരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. മറുകെ ഋഷിക്ക് നേരെ നീട്ടി. ഋഷിയെയും ചേർത്ത് നിർത്തി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.